ഞാനുണ്ടല്ലോ ഇതേപോലെ ചുമ്മാ സമയം കളയാൻ വേണ്ടിയിട്ട് റീൽസ് കാണുന്ന വ്യക്തിയാണ്. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ വെറുതെ റീൽസ് കാണുക, വെറുതെ സമയം കളയാൻ വേണ്ടി റീൽസ് കാണുക. എന്നാൽ എനിക്ക് പ്രൊഡക്റ്റീവ് ആവണം, ഒഴിവ് സമയങ്ങളിൽ എൻ്റെ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യണം, നല്ലതായിട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് പ്രൊഡക്റ്റീവ് ആവാൻ പറ്റുള്ളൂ എന്നൊക്കെ ബോധമുണ്ട്. ആ ടൈമിൽ തന്നെ എനിക്ക് റീൽസ് കാണാനും തോന്നും, റീൽസ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് എൻ്റെ പരിപാടി. എല്ലാ ദിവസവും ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു വീഡിയോ കാണും, കൺസിസ്റ്റൻസിയെ കുറിച്ച് പറയുന്ന വീഡിയോ. അതിൽ നോക്കുമ്പോഴത്തേക്കും എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്ന, എല്ലാം പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുന്ന ആൾക്കാരെ കാണാൻ പറ്റും. അവർ കിഡിലായിട്ട് ചെയ്യുന്നു, അവരെല്ലാം സക്സസ്ഫുൾ ആവുന്നുണ്ട്, അങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, ഞാനും വിചാരിച്ചു കൺസിസ്റ്റൻ്റ് ആവണം. യെസ്, കൺസിസ്റ്റൻ്റ് ആയേ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിക്കും. എന്നിട്ടെന്താ, അടുത്ത റീല് സ്ക്രോൾ ചെയ്ത് പോകും. സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇന്നലെ ഞാൻ കണ്ട ഒരു വീഡിയോ, സിന്ദഗി ന മിലേഗി ദോബാര സിനിമയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ്. അപ്പോൾ അതിലെ 3 പേര് ചേർന്നിട്ട് അവരുടെ ഫിയേഴ്സിനെ ഓവർകം ചെയ്യാൻ ചെയ്യുന്ന പ്ലാൻസും ഐഡിയാസ് കാര്യങ്ങളൊക്കെയാണ് ആ സിനിമ പറയുന്നത്. അതേപോലെ എൻ്റെ ഫിയേഴ്സിനെ ഓവർകം ചെയ്യാനും ആ കാര്യങ്ങളൊക്കെ എനിക്ക് ലൈഫിൽ ചെയ്യണമെന്നും തോന്നിയിട്ട് അങ്ങനെ മോട്ടിവേഷൻ അടിക്കുന്നു. കൺസിസ്റ്റൻസി ആയി. അതേപോലെ ഈ വീഡിയോസായി. അങ്ങനെ കുറച്ച് വീഡിയോസും കൂടെ ഇങ്ങനെ മോട്ടിവേഷനൊക്കെ കാണും. എന്നിട്ട് കാണുന്നു, കിടക്കുന്നു, ഉറങ്ങുന്നു. അടുത്ത ദിവസം തൊട്ട് കറക്റ്റാ പക്ക ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കിടന്നുറങ്ങും. അടുത്ത ദിവസം സെയിം, കാണുന്നു, മോട്ടിവേഷൻ അടിക്കുന്നു, കിടക്കുന്നു, ഉറങ്ങുന്നു. അതാണ് എൻ്റെ ഒരു ലൈഫ്. പക്ഷേ അങ്ങനെ ആയാൽ പറ്റില്ല. കൺസിസ്റ്റൻസി കാര്യങ്ങൾ അതെല്ലാം അവർ പറയുന്ന പോലെ തന്നെ എന്താണ്, പ്രൊഡക്റ്റീവായിട്ട് പക്ക പ്ലാൻ ചെയ്യണം. അങ്ങനെ നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണോ അതിൽ മാക്സിമം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ നമുക്ക് കൺസിസ്റ്റൻ്റ് ആവാനും പ്രൊഡക്റ്റീവ് ആവാനും അതേപോലെ എന്ത് കാര്യം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ഓവർകം ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എൻ്റെ ഈ ജേർണി സക്സസ്ഫുൾ ആവുമെന്ന് ഉള്ള പ്രതീക്ഷ കൊണ്ട് ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.